എല്ലാവർക്കും നമസ്കാരം. ആസ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്ന ഒരു ഫീച്ചറായിട്ടുള്ള ഡിസ്ഗ്രാഫിയെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ എഴുത്തുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഉയർന്ന ക്ലാസ്സുകളിലെത്തി, എന്നിട്ടും തെറ്റുകൂടാതെ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായിരിക്കാം. അപ്പോൾ പൊതുവേ നിങ്ങളെല്ലാവരും സ്കൂളിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും സ്ഥിരം പറയുന്നതാണ്, എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, ഒട്ടും ശ്രദ്ധയില്ല, എഴുതുമ്പോൾ വീണ്ടും വീണ്ടും തെറ്റുകൾ വരുത്തുന്നു. നിങ്ങൾ ഒരുപാട് തവണ എഴുതി പഠിപ്പിച്ചു, എന്നിട്ടും സ്പെല്ലിങ്സ് കറക്റ്റാക്കിയിട്ട് അവന് എഴുതാൻ സാധിക്കുന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇടില്ല, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങില്ല എന്നിങ്ങനെയുള്ള പരാതികൾ നിങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം കുഞ്ഞിൻ്റെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിയോ പഠിക്കാനുള്ള താല്പര്യമോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അവർക്ക് വേണ്ടത് ഒരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ ട്യൂഷൻ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ന്. പക്ഷെ ഒരിക്കലുമല്ല. അവർക്ക് വേണ്ടത് റെമഡിയൽ ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ മൾട്ടി സെൻസറി ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ് അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് റൈറ്റിംഗ് പ്രാക്ടീസ് കൊടുക്കണം. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടിയിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ സഹായം തേടേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് പഠിപ്പിക്കുന്നത്. അതായത് ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ അതൊരിക്കലും പാരൻസ് വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ വിട്ടുകൊണ്ടോ തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പതുക്കെ അവർക്ക് വേണ്ട അടുത്തിരുത്തി അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ നമുക്ക് പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹൈസ്കൂൾ എത്താൻ നിൽക്കണ്ട. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികളും, അതായത് 10ൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോഴും ചിലപ്പോൾ തെറ്റുകൂടാതെ പേരെഴുതാനോ ഒരു സെൻറ്റൻസ് എഴുതാനോ സാധിക്കാത്ത ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും ലേറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. അതായത് 2ാം ക്ലാസ്സിലോ 3ലോ 4ലോ 5ലോ ഒക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ സമീപിക്കേണ്ടതാണ്. കാരണം അവർക്ക് മാത്രമേ ഇതുപോലെയുള്ള ട്രെയിനിങ്ങിലൂടെ കുഞ്ഞുങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് 18 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 250 ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ പല കുട്ടികളിലും കാണുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ തന്നെ പല രീതിയിൽ നമുക്കതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കവരെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നേരിട്ട് നിങ്ങൾ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വരാം. താങ്ക് യു സോ മച്ച്.